നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗിൻ്റെ പ്രസിഡന്റ്. ബഹുമാനി, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസിക്കും. നമ്മുടെ ജനതാദൾ നേതാവ് വീരേന്ദ്രകുമാർജിയുടെ ചരമ ജന്മദിന വാർഷികമാണ്. അപ്പോൾ ജന്മദിനത്തിന് സാധാരണത്തിൽ വാർഷികമെന്ന് പറയാറുണ്ടോ? ജന്മദിനം ജന്മദിനം എന്ന് പറഞ്ഞാൽ സാധാരണ പതിവ്. ചരമാണെങ്കിൽ ചരമ വാർഷികമാണ്, ചരമദിനം എന്ന് പറയാറില്ല. എന്തോ ആകട്ടെ, അതാ അദ്ദേഹത്തിന് ആത്മാവ് നിത്യശാന്തി. അതുകൊണ്ട് ദുഃഖകരമെങ്കിലും സന്തോഷകരമായൊരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് കർണാടകയിലെ ഒഴുക്കിൽപ്പെട്ട് അല്ലെങ്കിൽ മണ്ണിടിഞ്ഞ് അടിയിൽപ്പെട്ട ലോറി കണ്ടെത്താനുള്ള സാധ്യത അടുത്ത് വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സന്തോഷ വാർത്തയാണ്. ദുഃഖകരത്തോട് തന്നെ വേണം ആ സന്തോഷ വാർത്ത ആഘോഷിക്കാൻ. കാരണം ഇനി ലോറിയുടെ അടുത്ത് എത്തുമ്പോൾ എന്തായെന്ന് അറിയില്ല, എന്തുമാകട്ടെ. പക്ഷെ ഇവിടെയുള്ള വിഷയം, അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കർണാടകയിലെ പോലീസുകാർ ചില ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുന്നത്, കേവലം ഒരു ലോറി ഡ്രൈവർക്ക് വേണ്ടി ഇത്രയൊക്കെ റെക്കമെൻഡ് ചെയ്യാനും പ്രചരണം നടത്താനും വ്യാകുലപ്പെടാനൊക്കെ എന്ത് കാര്യവും. ലോറി ഡ്രൈവർ മണ്ണടിച്ച് പോയി, അത് സൗകര്യം പോലെ മണ്ണെടുത്ത് മാറ്റി അത് എടുക്കും എന്നുള്ള. പക്ഷേ ഒരു ജീവൻ്റെ വില എത്രയെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. പക്ഷെ ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കി തരാം. അത് നമ്മൾ ക്രൂഡ് ഓയിൽ കയറ്റി ഗൾഫിൽ നിന്ന് വരുന്ന ഒരു ഓയിൽ ടാങ്കറിന് ഇന്നത്തെ വില വച്ച് ഏതാണ്ട് 5,000-6,000 കോടി വരും. അപ്പം അതിൽ കുറച്ച് പേര് യാത്രക്കാരല്ലല്ലോ, മറ്റേ ലഗേജ് ക്രൂഡ് ഓയിൽ കയറ്റുന്ന ടാങ്കർ ആയതുകൊണ്ട് 10-50 പേരൊക്കെ ഉണ്ടാവും ചില സ്റ്റാഫായിട്ട്. അങ്ങനെ വരുന്നവരിൽ എന്തെങ്കിലും അപകടം പറ്റിയാൽ സ്വാഭാവിക വിമാനവും കപ്പലൊക്കെ SOS സന്ദേശം അയക്കും. SOS, സേവ് അവർ സോൾ. ആ സേവ് അവർ സോൾ എന്ന് ഇന്ത്യയിലെ ഓഫീസിലേക്ക് മെസ്സേജ് കിട്ടിയാൽ അവിടെ നിന്ന് തിരിച്ചുള്ള മെസ്സേജ് നിങ്ങളുടെ ജീവൻ രക്ഷിച്ചോ എന്നാണ്. അല്ല, ഓയിൽ ടാങ്കർ ഓയിൽ സംരക്ഷിക്കാനല്ല, നിങ്ങളുടെ ജീവൻ രക്ഷിച്ചതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുവശം എന്താണ്? 5,000-10,000 കോടി വിലയുള്ള ഓയിൽ ടാങ്കിനേക്കാൾ വലുത് നിങ്ങളുടെ ജീവനാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ജീവന് വില. അങ്ങനെയുള്ള ഒരു ജീവനെ സംരക്ഷിക്കുക എന്നാണ് നമ്മുടെ ശ്രദ്ധ മുഴുവനും. അതിലൂടെ നമ്മൾ പരക്കം പാടുന്നു. അതിൽ പറ്റിയ ആൾ ആരാണ്? ഹിന്ദുവോ ക്രിസ്ത്യാനോ മുസ്ലിമോ ഒന്നും അല്ല നമ്മൾ ചിന്തിക്കില്ല. ഒരു മനുഷ്യൻ, മലയാളി ആയതുകൊണ്ട് നമുക്ക് മലയാളികൾക്ക് പ്രത്യേകം ഒരു മനുഷ്യ ജീവൻ, ആ ജീവനെ എന്ത് ത്യാഗം സഹിച്ചും രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം എന്താണ്? ഒരു ജീവൻ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കില്ല. എത്ര കോടി കൊടുത്താലും ഒരു ജീവൻ ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ്. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനിയും ചെയ്യും. പ്രത്യേകിച്ച് മലയാളികൾ അറിയാമല്ലോ, നിപ്പ ദുരന്തം, അതുകൂടെ മറ്റ് ഭൂകമ്പം ഉണ്ടായപ്പോഴും മറ്റ് വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴൊക്കെ നമ്മൾ മെയ് മറന്ന് ജാതി മതം ഒന്നും ചിന്തിക്കാതെ, പ്രാദേശികം ഒന്നും ചിന്തിക്കാതെ, ആണോ പെണ്ണും ചിന്തിക്കാതെ ഓരോ ജീവനെ രക്ഷപ്പെടുത്താൻ നമ്മൾ അസാധ പരിശ്രമം നടത്തി വിജയിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ നൗഷാദിൻ്റെ കാര്യം ഇപ്പോഴും ചാനലുകാർ പറഞ്ഞു, കോഴിക്കോട് ഏറിയോ സ്റ്റൈലിലെ 2 തൊഴിലാളി ക്ലീനിങ്ങിന് ഇറങ്ങിയത് അവരെ രക്ഷിക്കാൻ വേണ്ടി അവിടുത്തെ ഓടിച്ചത് നൗഷാദ് ഓടി വീണത്. ആ വീണത് ബുദ്ധിപൂർവ്വം നോക്കണം. കാരണം ആദ്യമായിട്ട് നമ്മുടെ ജീവൻ സുരക്ഷിത നോക്കിയിട്ട് മറ്റേ ജീവൻ രക്ഷിക്കുക, അതാണ് എൻ്റെ ഒരു രീതി. അല്ലാതെ നമ്മുടെ ജീവൻ പോയാലും വെള്ളം മറ്റേ ജീവൻ രക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ അങ്ങനെ ചിന്തിക്കുകയോ ചെയ്യട്ടെ. എങ്കിലും അത് ജീവൻ കളഞ്ഞാണ് ആള് ശ്രമിച്ചത്. അപ്പം അങ്ങനെയുള്ള സഹജീവിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. ആ സംസ്കാരമുള്ള ഇന്ത്യയിൽ ഞാനിത് ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ് അതിൻ്റെ പ്രസിഡന്റിൽ പറയാണ്. ഇവിടെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, എന്തുകൊണ്ടോ കുറേ വർഷമായിട്ട്, നേരത്തെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതൽ വ്യാകുലതയുണ്ട്. ഒരു ടെൻഷനോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, മാനസികമായിട്ടും ശാരീരികമായിട്ടും. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാനിപ്പോൾ പറയും മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ, നിങ്ങൾ വിദേശികളല്ലപ്പാ. നിങ്ങൾ ഇന്ത്യൻ മണ്ണിൻ്റെ ഉടമകളായ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ
സംസ്കാരത്തിൽ നിന്നുള്ള ദ്രവീഡിയനിൽ നിന്ന് കൺവേർട്ട് ചെയ്തവരാണ്. അപ്പോൾ നിങ്ങൾ ഇന്ത്യക്കാർ തന്നെയാണ്. പിന്നെ മറ്റു വിഭാഗങ്ങൾ ആര്യന്മാരാണ് കാസ്പിൽ കടൽ കടന്ന് ഇന്ത്യയിൽ വന്ന ഇറാനിൽ നിന്നൊക്കെ വന്ന ഹിന്ദുക്കളാണ് ആര്യന്മാർ തോന്നുന്നത്. അവർ വാസ്തവം പറഞ്ഞാൽ വിദേശത്ത് വന്നവരാണ്. എന്നാൽ ഈ മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങൾ ഇവിടുത്തെ ജന്മന ഇവിടുത്തെ പൂർവികരുടെ ഭഗഭേദമാണ്. അങ്ങനെ പൂർവികരുടെ ഭഗഭേദമുള്ള മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തെക്കുറിച്ച് ഈ വിദേശത്ത് കയറി വന്ന ആര്യ സംസ്കാരത്തിൽപ്പെട്ട ചില സംഘപരിവാർ നേതാക്കൾ, ഹിന്ദുക്കളല്ലാട്ടോ, ഒരിക്കലും ഹിന്ദുക്കളാന്ന് പറയരുത്, സംഘപരിവാർ നേതാക്കൾ, അതും കേന്ദ്രമന്ത്രി പറഞ്ഞെന്നറിയോ, ഇന്ത്യ വിഭജന കാലത്ത് മുസ്ലിങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു വിടേണ്ടതായിരുന്നു. അത് വിടാത്തതുകൊണ്ടാണ് ഇപ്പം നമ്മൾ കഷ്ടത അനുഭവിക്കുക അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. പൊന്ന് കേന്ദ്രമന്ത്രി, നിങ്ങൾക്ക് സംസ്കാരത്തിൻ്റെ വല്ല സൂചനയുണ്ടോ? അറിവിൻ്റെ വല്ല അറിവുണ്ടോ? നിങ്ങൾ ആരാണ് ഇവിടെ? നിങ്ങൾ പറയുന്ന ആ വിഭാഗം ഇന്ത്യയിൽ ആരാണ്? നിങ്ങൾ മനസ്സിലാക്കണം. അതായത് EMS എഴുതിയ വേദങ്ങളുടെ നാട് എന്ന പുസ്തകത്തിൽ 33-ാമത്തെ പേജിൽ 16-18 വരികളിൽ ഇങ്ങനെ പറയാണ്, അങ്ങനെയെങ്കിലും അവരും വിദേശികളില്ലേന്ന്. അങ്ങനെയെങ്കിൽ എന്ന് പറഞ്ഞാൽ ആര്യന്മാരെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ സവർണ വിഭാഗത്തെക്കുറിച്ചാണ്. അദ്ദേഹം സവർണൻ തന്നെയാണ്. അവർ വിദേശികളിൽ EMS പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് അവരുടെ യാതൊരു ഇഷ്ടക്കുറവോ അല്ലെങ്കിൽ നമുക്ക് ഒരു സ്നേഹക്കുറവില്ല. അവർ നമ്മളെക്കാൾ നമ്മൾ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. അതാണ് നമ്മുടെ സംസ്കാരം. പക്ഷെ അതേ ഞങ്ങളോട് നിങ്ങൾ പറഞ്ഞു വിടാതെ ഇത് തെറ്റായിപ്പോയി എന്ന് പറയുമ്പോൾ അത് വിഡ്ഢിത്തരമാണ്. മറ്റൊന്നും കൂടി പറയട്ടെ. ഇപ്പോൾ കേരളത്തിൽ ഇദ്ദേഹം ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആകുന്നു എന്നുള്ള ഒരു വലിയൊരു വ്യാകുലത വരുന്നുണ്ട്. ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആയതുകൊണ്ട് നിങ്ങൾ എന്തിനെ വ്യാകുലപ്പെടുന്നത്? ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആയതോ ഒരു ദളിത് മുഖ്യമന്ത്രിയോ ഒരു നായർ മുഖ്യമന്ത്രിയോ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇവിടെ ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം വെച്ച് മുന്നോട്ട് പോകുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ മുസ്ലിങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിടായിരുന്ന തെറ്റായിപ്പോയെന്ന് ചിന്തിക്കാൻ നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ അടങ്ങി ഒതുങ്ങി മര്യാദക്ക് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്, സുരക്ഷിതത്വം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും. ഈ ഓടിച്ചോനും അണയ്ക്കും. ഓഡിയോ മാത്രമല്ല, ഓടിച്ചോനും അണക്കുന്നുണ്ട്. ചില പോലീസുകാരെ പണ്ട് ചില പ്രതികളെയൊക്കെ ഇടിച്ച് അവരും അങ്ങനെ ശ്വാസം മുട്ടുന്നുണ്ട്. അത്ര നമ്മൾ ഫോഴ്സൊക്കെ ചെലുത്തണ്ടേ, ഇടിക്കാൻ പറ്റുള്ളൂ. അല്ല കൈ ഓങ്ങിയാൽ സിനിമയിൽ കാണുമ്പോൾ ഓങ്ങിയാൽ പോരല്ലോ. അതുകൊണ്ട് ഓടിച്ചോനും അണക്കുന്നു എന്ന തത്വം കണക്കിലെടുത്ത് നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ വിഷയത്തിലുണ്ടാക്കി. എന്നാലും ഞാൻ പറഞ്ഞു, വിഷയത്തിലുണ്ടാക്കരുത്. ഞാൻ ഈ ന്യൂനപക്ഷങ്ങൾ പറയാനുള്ളത്, ആ 1/3 വരുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സംഘടനയുടെ ആളെന്ന നിലയിൽ ഞങ്ങൾ ഗ്യാരണ്ടി പറയാണ്. അല്ലെങ്കിൽ മോഡിയുടെ ഗ്യാരണ്ടി അല്ല പറയുന്നറിയോ, ഇവിടെ നിങ്ങൾ ഭയപ്പെട്ട് ജീവിക്കേണ്ടവരല്ല. നിങ്ങളോട് പുറത്തു പോകാൻ പറയാണ്ട് ഇന്ത്യയിൽ ഒരു വ്യക്തിക്കും അവകാശവും അധികാരവും ഇല്ല എന്ന് വിചാരിച്ച് ആന്റണി പറഞ്ഞ പോലെ ന്യൂനപക്ഷമാണെന്ന് വിചാരിച്ച് അടങ്ങി ഒതുങ്ങി ജീവിക്കുക എന്നുള്ളത് മര്യാദയുടെയും സുരക്ഷത്തിൻ്റെയും സംരക്ഷണയുടെയും ലക്ഷണമാണ്. പിന്നെ ഭരിക്കുന്ന കക്ഷി നമ്മൾ അംഗീകരിക്കുക അല്ലെങ്കിൽ അവരെ ഒരു പരിധിവരെയും അനുകൂലിക്കുക എന്നുള്ളതും ന്യൂനപക്ഷങ്ങൾ കടമയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ മാന്യമായിട്ടും സമാധാനം ജീവിക്കുക. ഇത് പറയാൻ കാരണം ഇന്നലെ പതിന് ബാക്കി പറയണം. അങ്ങനെ UP-യിൽ UP-യിൽ പറഞ്ഞ് കടക്കാർ പേരെല്ലാം മുൻപിൽ വയ്ക്കണം. അത് പേര് വെറുതെ വെച്ച പോലെ വ്യക്തമായിട്ട് വയ്ക്കണം. അതിനെതിരെ മെഹുവ, നമ്മുടെ തൃണമൂൽ കോൺഗ്രസ് MP, അവർ വാസ്തവത്തിൽ നല്ലൊരു മനുഷ്യസ്നേഹിയായ സ്ത്രീയാണ്. അവർ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത് സുപ്രീം കോടതി ആ നിയമം പിൻവലിച്ചു, സ്റ്റേ ചെയ്തു. അപ്പോൾ അതിനർത്ഥം അവർക്ക് മനുഷ്യസ്നേഹികളാണ്. അവർക്കിപ്പോൾ വാസ്തവത്തിൽ ന്യൂനപക്ഷങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് കാര്യം? അവരുടെ ജീവിതത്തിൽ ഒരു കുഴപ്പമില്ല, സെക്യൂർഡാണ്. പക്ഷേ എങ്കിലും മനുഷ്യത്വം, ഈ നൗഷാദ് എന്തിനു വേണ്ടി മാൻഹോളിൽ ഇറങ്ങി ആ ജീവൻ രക്ഷ എന്ന് നോക്കിയോ, അതുപോലെ ഒരു മാനുഷിക പരിഗണനയാണ് മെഹുവ മിത്ര സംസാരിക്കുന്നത്. പാർലമെന്റിൽ സംസാരിക്കും, ഇപ്പോൾ സുപ്രീം കോടതിയിൽ ചെയ്തു. അതൊക്കെ ഒരു മാനുഷിക പരിഗണന വെച്ച് ചെയ്യാൻ നമ്മുടെ കടമയാണ്. നമുക്ക് ചില അവകാശങ്ങളുള്ള പോലെ ചില കടമകൾ, ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിലൊന്നാണിത്. ഏതായാലും ചെയ്ത് എന്തർത്ഥത്തിലാണ്
എന്ത് ന്യായത്തിലാണ് നിങ്ങളിങ്ങനെ കുരക്കുന്നത്? ഇപ്പോൾ കുരച്ച് 35 ലക്ഷം പറഞ്ഞ് 10 ലക്ഷം പറഞ്ഞൊക്കെ 30 ലക്ഷത്തിൻ്റെയൊക്കെ സ്വർണ്ണപ്പതക്കം ഇട്ട് ഉടുപ്പിട്ട് വന്നല്ലോ മോഡിജി. ആ മോഡിജിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇത് മറ്റേ UP മുഖ്യമന്ത്രിക്ക് ബാധകമാണ്. ഹേ, നിങ്ങൾ ആവശ്യമില്ലാതെ 10 വോട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന വിക്രകൾ അതൊന്നും മുഴുവൻ വില പോവില്ല. ഇന്ത്യൻ ജനത, ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യൻ ജനത ആരാണ്? അവർ മനുഷ്യസ്നേഹികളാണ്, സാഹോദര്യത്തിൻ്റെ വേണ്ടി പ്രവർത്തിക്കുന്ന ആൾ, ജനാധിപത്യത്തിന് പ്രവർത്തിക്കുന്ന ആൾ, പിന്നെ മതേതരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്, രാജ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്, അയൽവക്കത്തെ സ്നേഹിക്കുന്നവരാണ്. അയൽവക്കം ആരാണ്? ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നില്ല. അങ്ങനെ സ്നേഹിക്കുന്ന ഭൂരിപക്ഷം ജനങ്ങളുള്ള ഇന്ത്യയിൽ ഒരു പറ്റമല്ല ഒരു പിടി വരേണ്യവർഗം അല്ലെങ്കിൽ മറ്റേ ഫാസിസ്റ്റുകൾ നിങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളും ആദർശങ്ങളും ആശയങ്ങളും അഭിലാഷങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇന്ത്യയിൽ ഹിന്ദു സമുദായം തന്നെ സമ്മതിക്കില്ല. ഫസ്റ്റ് എതിർക്കുന്നത് ഹിന്ദു സമുദായമാണ്, അത് കഴിഞ്ഞപ്പോൾ ന്യൂനപക്ഷം അത്. അപ്പോൾ അതൊരു അങ്ങനെയുള്ള വേഷം കെട്ട് മാറ്റി വെച്ച് മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് രാജ്യത്ത് നല്ലത്. എന്ത് ന്യായമാണ്? ഇത്രയും കാലം ഉണ്ടായില്ലോ, ഇന്ത്യ ഉണ്ടായിട്ട് എത്ര കാലം? സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എൻ്റെ 100 വർഷമാകാൻ പോകുന്നത്, 75 കഴിഞ്ഞല്ലേ. അവിടെ നിന്നൊരു കുഴപ്പമില്ല. ഈ തവണ അടുത്ത അസംബ്ലി ബൈ ഇലക്ഷനിൽ 10 സീറ്റിൽ മത്സരമാണ്. അതിൽ 10 വോട്ട് കിട്ടാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ പാടുപെടുന്നത്? വോട്ട് കിട്ടുമോ? നിങ്ങൾ ചെയ്തല്ല അട്ടർലി ഫെയിലിയർലി. രാമജന്മഭൂമിയുടെ കാര്യം പറഞ്ഞു, അവിടെ ജയിച്ചോ? അപ്പുറത്ത് ജയിച്ചോ? എന്താ ജയിക്കുന്നത്? ഇന്ത്യൻ ജനത സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് ഈ ലോകത്ത് സമാധാനം ജീവിക്കണം, പട്ടിണിയോടെ ജീവിക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളതാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും. അപ്പം അവരുടെ മുൻപിൽ നിങ്ങളെപ്പോലെയുള്ള ആ ഒരു പിടി ഈ ഫാസിസ്റ്റുകളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. അതെന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്? അതാണ് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത്. ഒരിക്കലും രക്ഷപ്പെടും എന്ന് വിചാരിച്ച് നിൽക്കേണ്ട കാര്യങ്ങളൊക്കെ വളരെ അപകടത്തിലേക്കാണ് പോകുന്നത്. ആർക്ക്? സംഘപരിവാറിന്, ന്യൂനപക്ഷങ്ങൾക്കല്ല. പക്ഷേ എന്ന് വിചാരിച്ച് സംഘപരിവാറാണ് എന്ന് വെച്ചാൽ നമ്മൾ അവരെ എതിർക്കുകയോ അല്ലെങ്കിൽ സവർണ വിഭാഗമാണ് അവരെ എതിർക്കുകയോ അല്ലെങ്കിൽ ഹിന്ദു സമുദായം എതിർക്കുകയോ അതൊന്നും ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കാനേ പാടില്ല. ചിന്തായിട്ടില്ല പിന്നെ പ്രവർത്തിക്കുന്നത്. കാരണം എന്താണ്? നമ്മുടെ സഹോദരങ്ങളാണ് എല്ലാ നിലക്കും. ഇപ്പോൾ നമ്മളെ മണ്ണിനടിയിൽപ്പെട്ട ആ നിർഭാഗ്യവാൻ അദ്ദേഹത്തിന് എത്രയും പെട്ട് ജീവനോടെ തിരിച്ചു വേണ്ടെന്ന് നമ്മൾ ലക്ഷക്കണക്കിന് ആൾക്കാർ പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ ഹിന്ദു പ്രാർത്ഥനയുണ്ട്, ഈ മുസ്ലിം പ്രാർത്ഥന, ക്രിസ്ത്യൻ പ്രാർത്ഥനയൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ആ ലക്ഷക്കണക്കിന് ആൾക്കാർ പ്രാർത്ഥന ആ യുവാവ് ജീവനോടുകൂടി തിരിച്ചു വരണേ പടച്ചവനെ ദൈവമേ ഈശ്വര ക്രിസ്തു യേശു എന്നാണ്. അവിടെ ജാതിയില്ല മതവും ഇല്ല, ഒരു ജീവനാണ്, ജീവൻ്റെ വില വലുതാണ്. അങ്ങനെ ചിന്തിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ ഇന്ത്യയിൽ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും? നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ അതിൻ്റെ കൂടെ ആൾക്കാർ വരും? അതും മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. വളരെ അപകടത്തിലേക്കാണ്. ഇപ്പം മുസഫർ നഗറിലെ ഒരാളല്ലേ ഇബ്നുൽ അൻസാരി എന്ന് പറഞ്ഞ ആൾ വർഷങ്ങളായിട്ട് UP ഈ പഴവർഗ്ഗങ്ങൾ വിൽക്കുന്ന അദ്ദേഹം ആത്മരക്ഷാർത്ഥം ഡൽഹിയിലെ മകളുടെ വീട്ടിലെ കൂടെ ഇത് കഴിഞ്ഞിട്ട് ഒരുള്ളതാണ്. എന്ത് സമാധാനമാണ്? എന്താണ് സാർ നിങ്ങൾ രാജ്യം ഭരിക്കുന്ന ഒരു രാജ്യധർമ്മം എന്ന് നടപ്പിലാക്കാമെന്ന് വാജ്പേയിജി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രാജ്യനന്മ, രാജ്യധർമ്മം. ആ രാജ്യധർമ്മത്തിൽ എന്താ പറഞ്ഞത്? ഭരിക്കുന്ന കക്ഷി അവരുടെ ജനങ്ങളുടെ സർവസ്വവുമായ സംരക്ഷണവും സുരക്ഷിതത്വം കൈയാളുക എന്നാണ്. അതാണ് രാജ്യധർമ്മം, മാനവധർമ്മം. അങ്ങനെ ചിന്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക്, ഒരു പ്രധാനമന്ത്രിക്ക് എൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം ശത്രുവാണെന്നും അവരെ അമർച്ച ചെയ്യേണ്ട കാലഘട്ടത്തിൻ്റെ ആവശ്യമായി ഞങ്ങളുടെ ആവശ്യമാണ് ചിന്തിക്കുന്നത് ശരിയാണ്? അത് ശരിയല്ല. ഈ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം വേണം. അത് പണ്ട് കാലത്ത് ഇപ്പോൾ BJP അല്ലെ സംഘപരിവാർ മുമ്പുള്ള കാലത്തോണ്ടല്ലോ ഇവിടുത്തെ ഈ വരേണ്യവർഗം അല്ലെങ്കിൽ സവർണവർഗം അവരെ ഒരിക്കലും പ്രതിരോധത്തിന് അല്ലാതെ മുന്നേറ്റത്തിന് സമ്മതിക്കില്ല. അത് ഞാൻ യുദ്ധത്തിൽ 2 രീതിയാണ്. ഒന്ന് ചേർത്ത് നിൽക്കുക, ഒന്ന് അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുക. അപ്പം അങ്ങോട്ട് കയറ്റി അറ്റാക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കില്ല. അവർക്ക് പ്രതിരോധം നിലനിർത്താൻ വേണ്ടി ഓരോരോ കാലത്ത് ഓരോരോ വിഷയങ്ങൾ എടുത്തിടും. അത് യാതൊരു കാര്യമില്ലാത്ത കാര്യമാണ്.
അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രതിരോധത്തിൻ്റെ മുന്നിൽ നിന്ന് മാത്രമാണ് നിന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് സ്വതന്ത്രാനന്ദ ഭാരതത്തിൽ 8% സ്വത്തുണ്ടായിരുന്ന ഈ പ്രത്യേക മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങൾ ഇത് 1% താഴെ ഭൂസ്വത്തിൻ്റെ വന്നത്. അപ്പോൾ എല്ലാ നിലയിലും ഇപ്പോൾ കേരളത്തിൽ വെള്ളാപ്പള്ളി പറയുമോ അല്ലെങ്കിൽ മറ്റൊരു പറയുമ്പോൾ സംഘപരിവാരോ ക്രിസംഗി പറയുമ്പോൾ ഏത് നിലക്കാണ് സാർ, ഞങ്ങൾ വീണ്ടും കണക്ക് സഹിതം ചോദിക്കുകയാണ്, ഏത് നിലക്കാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഇവിടുത്തെ ഹിന്ദു സമുദായത്തിന് എതിരാകുന്നത്? ഏത് നിലക്ക്? സാമ്പത്തികമായിട്ടോ, ശാരീരികമായിട്ടോ, സാമൂഹികമായിട്ടോ, സാംസ്കാരികമായിട്ടോ, പിന്നെ വിദ്യാഭ്യാസമായിട്ടോ എല്ലാം ഏത് നിലക്കാണ് അവർ മുകളിൽ വരുന്നത്? ഒരിക്കലും അവർ മുകളിൽ വരുന്നില്ലെന്ന് മാത്രമല്ല, അങ്ങയുടെ അടുത്തേക്ക് വരുന്നില്ല, അടുത്തേക്ക് വരാൻ പറ്റില്ല. അത് കുറേയൊക്കെ അവരുടെ ബുദ്ധിമോശമാണ്. ബ്രിട്ടീഷുകാർ എതിർപ്പുണ്ട്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിഷിദ്ധമാണെന്ന് പറയുന്ന വ്യാഖ്യാനം ഇറക്കി. അതുകൂടാതെ സ്ത്രീകൾക്ക് പൊതുരംഗത്തിറങ്ങാൻ ചില തടസ്സങ്ങളൊക്കെ ആ സമുദായത്തിൽ. അതിൻ്റെ 2 വശം ഉണ്ടല്ലേ. ഒരു വശം സ്ത്രീകളെ ഇങ്ങനെ കയറൂരി സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ, അതായത് ഒരു പുരുഷൻ നന്നായാൽ ഒരു വ്യക്തി നന്നായി, ഒരു സ്ത്രീ നന്നായാൽ ഒരു കുടുംബം നന്നായാണ്. ഒരു സ്ത്രീ മോശമായാൽ ഒരു സ്ത്രീ അല്ല മോശമാകുന്നത്, സമൂഹം മോശമാവും. അപ്പം അങ്ങനെയല്ല ഇപ്പോൾ പല കാര്യങ്ങളിലും ഈ ആത്മഹത്യയും ബലാത്സംഗവും കൊലപാതകവും ഒക്കെ കൂടാൻ കാരണം പരിധിയിൽ കൂടുതൽ രംഗത്ത് വരുന്നില്ല എന്ന് വിചാരിച്ച് രംഗത്ത് വരാൻ പാടില്ല എന്ന് പറഞ്ഞുള്ള തീരുമാനത്തെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും പാടില്ല. അവർ നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ഒരു വർഗമാണ്. അവർക്കും അവരുടേതായ വളർച്ചയും പുരോഗതിയും ചിന്തയൊക്കെ ഉണ്ടാക്കേണ്ട സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം, അതിലും തെറ്റില്ല. എങ്കിലും ഇന്നത്തെ രീതിയിൽ വളരെ അപകടകരമായ രീതിയിൽ ഈ ഇടപഴകുന്ന അവസരം കിട്ടിയതിൻ്റെ പേരിലാണ്. ഇപ്പം നിങ്ങൾക്കറിയാലോ, 7-8 വയസ്സൊക്കെ ആളെ പെൺകുട്ടികളെയൊക്കെ കൊച്ചു പിള്ളേരെ ഈ ഇന്നത്തെ ചാനൽ കാണുന്ന ആ കുട്ടികളുടെ ഒരു ചാനൽ കാണിക്കണമെന്നാണ് പറയുന്നത്. നമ്മളത് കാണുന്നില്ല, നമുക്ക് സമയം നമുക്ക് താല്പര്യമില്ല. പക്ഷെ അത് കണ്ടാണ് ഈ തെറ്റായ വഴിയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ വഴി തെറ്റി പോകുന്ന കുട്ടികൾ ചെറുപ്പക്കാരൊക്കെ അങ്ങനെയാണ് സാധിക്കുന്നത്. അതെല്ലാം തെറ്റിപ്പോകുന്ന വഴി തെറ്റിക്കുന്ന ഇന്നത്തെ ഈ ചാനൽ സിസ്റ്റം, അല്ലെങ്കിൽ ഇന്നത്തെ യൂട്യൂബ്, അല്ലെങ്കിൽ മറ്റേ ഇതൊക്കെയാണ്. അപ്പം അത് ഇനിയിപ്പോൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. കാരണം ഇനിയിപ്പോൾ മൊബൈൽ ഫോണിൻ്റെ കുറിച്ച് അതിലില്ലാത്തൊരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനും പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ അഡിക്റ്റായിപ്പോയി അതിന് പല രീതിയിലും. അതിൽ ഗുണമുണ്ട് ദൂഷ്യമുണ്ട്. ഇപ്പോൾ ഇത് തന്നെ നമ്മളെ മണ്ണിനടിയിൽപ്പെട്ട് നമ്മൾ പെട്ട കാര്യങ്ങൾ അറിയാമല്ലേ, അതൊക്കെ മൊബൈൽ ഫോണിൻ്റെ അല്ലെങ്കിൽ ആ വാർത്താവിനിമയത്തിൻ്റെ പിന്നെ അപാരമായ വളർച്ചയുടെ ഉദാഹരണമല്ലേ, അനുകൂലമല്ലേ, അതൊക്കെ സമ്മതിക്കാം. ഇപ്പം എന്ത് ചെയ്താണെങ്കിലും അതിനിർണായകമായ ഘട്ടത്തിൽ കൂടിയാണ് ഇന്ത്യ മഹാരാജ്യം പോകുന്നത്. മോഡിജി അതിന് അനുകൂലമായ ഒരു രീതിയല്ല ഇപ്പോൾ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിനും ചിന്തയും ഇന്ത്യൻ ജനതയെ എല്ലാവരെയും ഒരുപോലെ ആകർഷിക്കാനും ഒരുപോർക്കോ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചിന്താഗതി ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ദൈവത്തോട് പഠിച്ചോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാം പ്രാർത്ഥിക്കണം, അങ്ങനെയാണല്ലോ. അതിന് ചില ലക്ഷ്യങ്ങൾ കാണുന്നുണ്ട്. കാരണം അങ്ങനെയൊക്കെ പറഞ്ഞ് 10 വർഷം അദ്ദേഹം ഏകാധിപതിയല്ല, ഏകച്ഛത്രാധിപതിയായി നിന്നെങ്കിലും ഇപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രാർത്ഥന അനുസരിച്ച് അതിലേക്ക് ഒരു അകൽച്ച വന്നിട്ടുണ്ട്, ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ആ ഗ്യാപ്പ് ഇന്നത്തെ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് ഒരു ആശ്വാസത്തിന് വക നൽകുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് ജനലക്ഷങ്ങളുടെ പ്രാർത്ഥന ഫലിച്ചില്ല പറയാൻ പറ്റില്ല, പ്രാർത്ഥന ഫലിച്ചിട്ടുണ്ട്. അതാണ് ജനാധിപത്യം വീണ്ടും നിലനിൽക്കട്ടെ എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ചിന്തിക്കുകയും അതിനനുസരിച്ച് കരുക്കൾ നീക്കുകയും ചെയ്യുന്നത്. അത് ഒരു വിജയത്തിൻ്റെ ഘട്ടത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നാശോന്മുഖമായ നശീകരണ വാസനയുള്ള ചിന്താഗതി വളർത്താതെ പുരോഗമനാത്മകമായ ചിന്താഗതിയും തദ്വാര ജനങ്ങളുടെ വളർച്ചയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.